പുതിയ ഗവർണറുടെ നേതൃത്വത്തിൽ ഭാരതാംബയെ നമ്മുടെ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നത് ചാതുർവർണ്ണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ലോകക്രമത്തെ ഭാവനപ്പെടുത്താനാണ്. കാരണം ഭാരതം എന്ന് പറയുന്ന സങ്കല്പത്തെ സംബന്ധിച്ച് മനുസ്മൃതിയിൽ പറയുമ്പോൾ മനുസ്മൃതിയിൽ പറയുന്നുണ്ട് എന്താണ് ഭാരതവർഷം. ഭാരതവർഷം എന്ന് പറയുന്നത് ചാതുർവർണ്ണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ ജീവിക്കുന്ന സ്ഥലത്തെയാണ് മനുവും ഭാഗവത പുരാണവും ഭാരതവർഷം എന്ന് സ്ഥാനപ്പെടുത്തുന്നത്. ഇപ്പോൾ അവതരിപ്പിക്കുന്ന ഈ ചിത്രമുണ്ടല്ലോ, പട്ടുസാരി ഉടുത്ത് ഒക്കെ നിൽക്കുന്ന ഒരു ചിത്രം, എവിടെ നിന്നാണ് ആ സിംഹം വന്നത്? ആ സിംഹം വന്നത് ദുർഗാസങ്കല്പത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഭാരതാംബ സങ്കല്പത്തിലുള്ള ശൂലവും അതുപോലെ തന്നെ ഈ സിംഹവും ഒക്കെ കടന്നു വന്നത് ബ്രാഹ്മണ്യത്തിൻ്റെ ദൈവഭാവനകളിൽ നിന്നാണ് എന്നുള്ളതാണ്. അല്ലാതെ വേറെ എവിടെ നിന്നും അല്ല ഇത് വന്നിട്ടുള്ളത്. നോക്കൂ, ഭാരതം എന്ന് പറയുന്ന ഇവർ ഹിന്ദുത്വവാദികൾ പ്രചരിപ്പിക്കുന്ന ആ ഭൂപടത്തിൽ അഫ്ഗാനിസ്ഥാനുണ്ട്, നേപ്പാളുണ്ട്, ശ്രീലങ്കയുണ്ട്. ഈ അഫ്ഗാനിസ്ഥാൻകാർ ഇത് അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അഫ്ഗാനിസ്ഥാൻകാരറിയാം ഇതാണ് ഞങ്ങളുടെ രാജ്യം ഇവരുടെ രാജ്യമാണെന്ന് പറയുക. അപ്പോൾ യാതൊരുവിധ സാമൂഹികമായ, രാഷ്ട്രീയമായ, ജോഗ്രഫിക്കലായിട്ടുള്ള പുതിയ നൈതികമായ അവബോധങ്ങളൊന്നും തന്നെ ഇല്ലാതെ നേപ്പാളിനെയും അഫ്ഗാനിസ്ഥാനെയും ശ്രീലങ്കയൊക്കെ നമ്മുടെ ഭാഗമാക്കുന്ന, ഇന്ത്യയുടെ ഭാഗമാക്കുന്ന തീർത്തും ജനാധിപത്യ വിരുദ്ധമായൊരു സമീപനമാണ് ഈ ഭാരതാംബ സങ്കല്പത്തിലുള്ളത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ കൊല്ലൂ എന്നാഹ്വാനം ചെയ്യുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് ഈ ഭാരതാംബ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. വന്ദേ ദശപ്രഹാരിണി ദുർഗേ എന്ന് തുടങ്ങുന്ന ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലിലാണ് വന്ദേ മാതരം എന്ന് പറയുന്ന പാട്ട് ഉള്ളടങ്ങിയിട്ടുള്ളത്. ആ പാട്ടിൽ ധാരാളം ആയുധങ്ങൾ ധരിച്ചിരിക്കുന്ന ഒരു ഭാരതാംബയെ ബങ്കിം ചന്ദ്ര ചാറ്റർജി ആവിഷ്കരിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠത്തിലെ ഈ ദുർഗ ആയുധങ്ങളേന്തിയിരിക്കുന്നത്? ആരെ കൊല്ലാനാണ് എന്ന് ആ നോവലിൽ തന്നെ പറയുന്നുണ്ട്. കൊല്ലു മുസ്ലിങ്ങളെ കൊല്ലു, ഞങ്ങൾക്ക് രാധാമാധവിൻ്റെ ക്ഷേത്രം പണിയണം. മുസ്ലിങ്ങളെ കൊന്നാലേ രാധാമാധവിൻ്റെ ക്ഷേത്രം പണിയാൻ കഴിയത്തുള്ളൂ? അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മധ്യകാലത്തുണ്ടാകുന്ന രണ്ട് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. അതിലൊന്ന് ജയാനകൻ്റെ പൃഥ്വിരാജ വിജയം. ഈ പൃഥ്വിരാജ വിജയം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് രാമൻ അവതരിക്കുന്നത് മുസ്ലിങ്ങളെ കൊല്ലാനാണെന്നാണ് ജയാനകൻ്റെ പൃഥ്വിരാജ വിജയത്തിൽ പറയുന്നത്. ഗംഗാദേവിയുടെ മധുരാവിജയം എന്ന് പറയുന്നൊരു കൃതിയുണ്ട്, സംസ്കൃതത്തിലേക്കപ്പെട്ട കൃതി. ആ കൃതിയിൽ പറയുന്ന കമ്പൻ എന്ന് പറയുന്ന രാജാവ് രാമൻ്റെ അവതാരമാണെന്നും സുൽത്താൻമാരെയും മുസ്ലിങ്ങളെയും കൊല്ലുവാനാണ് ഈ രാമൻ അവതരിക്കുന്നത് എന്ന് ഗംഗാദേവിയുടെ മധുരാവിജയത്തിൽ പറഞ്ഞു. എന്തിനേറെ പറയുന്നു, കേരളപാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മ രചിച്ച ആംഗല സാമ്രാജ്യം എന്ന് പറയുന്ന പുസ്തകം തിരുവനന്തപുരത്തെ സംസ്കൃത കോളേജ് ആരംഭിച്ച ഘട്ടത്തിൽ കേരളവർമ്മ വലിയ കോയിൽ തമ്പുരാൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ചരിത്രം സംസ്കൃതത്തിൽ തന്നെ പഠിപ്പിക്കുന്നതിന് വേണ്ടി AR എഴുതിയ ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്രമാണ് ആംഗല സാമ്രാജ്യം. ആ ആംഗല സാമ്രാജ്യത്തിൽ പറയുന്നത് മുസ്ലിങ്ങൾ കാലുകുത്തിയപ്പോൾ കേരള ഭൂമി അശുദ്ധമായി എന്നാണ് ആരെഴുതിയിരിക്കുന്നത്? കേരളവാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മ എഴുതിയത്. ടിപ്പുവിനെ രാവണനായും ബ്രിട്ടീഷുകാരെ രാമനായിട്ടുമാണ് AR അവതരിപ്പിച്ചിട്ടുള്ളത്. മധ്യകാലത്ത് രചിക്കപ്പെടുന്ന ഒരു സംസ്കൃത കൃതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: രാമാധിപത് പ്രവർത്തിതവ്യം ന രാവണാധിപത്, രാമാധിപത് പ്രവർത്തിതവ്യം ന രാവണാധിപത്. രാമനെ പോലെ പ്രവർത്തിക്കണം, രാവണനെ പോലെ പാടില്ല എന്നാണ് വിശ്വനാഥ കവിരാജൻ ഉപദേശിച്ചത്. എങ്ങനെ രാമനെ പോലെ പ്രവർത്തിക്കണം? താടകയെ കൊല്ലണം, ബാലിയെ കൊല്ലണം, സീതയെ കാട്ടിൽ ഉപേക്ഷിക്കണം, ചാതുർവർണ്ണ്യത്തിനനുസരിച്ച് പെരുമാറണം. അതുകൊണ്ടാണ് വേടൻ പറഞ്ഞത് എനിക്ക് രാമനെ അറിയില്ല എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ്. കാരണം രാമൻ ഇന്ത്യയിലെ ദളിതരുടെ ദൈവമായിരുന്നില്ല.